ഹായ്, എല്ലാവർക്കും ഇസ്രായേൽ വിശേഷങ്ങൾ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേലിലേക്ക് കെയർ ഗീവറായിട്ട് വരാൻ വേണ്ടി ഉള്ള ആൾക്കാർ, ഇസ്രായേലിലെ കെയർ ഗീവറായിട്ട് വിസ ഓൺലൈൻ ആയവരും അതുപോലെ തന്നെ കെയർ ഗീവറായിട്ട് വരാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരും മുംബൈ പോയി കോഴ്സ് കൂടിയിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്, പിന്നെ ഇനിയിപ്പോൾ കോഴ്സ് കൂടാൻ വേണ്ടി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വേണ്ടിയിട്ട് ഒരു അപ്ഡേഷൻ, അതായത് ഇസ്രായേൽ മിനിസ്ട്രിയുടെ പുതിയൊരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കോഴ്സ് കൂടിയവരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അത് മുംബൈ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്തിട്ടാണെങ്കിലും അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിലർക്ക് ചില ഡൗട്ട് ഉണ്ട്. അതിങ്ങനെ നമുക്ക് വാട്സപ്പ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറെ ഒന്നുമല്ല, ഇനി മുതൽ മെയ് മാസം 18 തീയതി മുതൽ പേപ്പർ സബ്മിഷൻ ചെയ്യാൻ പോകുന്ന, അതായത് ഇസ്രായേൽ എംബസിയിൽ, മുംബൈ എംബസിയിൽ ഈ കെയർ ഗീവറായിട്ട് വരാൻ വേണ്ടിയിട്ട്, ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടിയിട്ട് പേപ്പർ സബ്മിഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിനു മുമ്പ് സബ്മിഷൻ കഴിഞ്ഞവർക്ക് യാതൊരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഈ മാസങ്ങളിലായിട്ട് വിസ ഓൺലൈനായിട്ട് ബാക്കി പേപ്പർ വർക്ക്, വിസ ഓൺലൈൻ ആയതിനു ശേഷം പേഴ്സൺ സെലക്ഷൻ നടന്ന് വിസ ഓൺലൈൻ ആയവർക്കും ഇതൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് ബാധകമല്ല. പക്ഷേ സബ്മിഷൻ കഴിഞ്ഞവർക്കും ഇത് ബാധകമല്ല. സബ്മിഷൻ കഴിഞ്ഞ് ഇനി ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കും ഇത് ബാധകമല്ല. പക്ഷേ ഇനി മത്താശ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും, പേഴ്സൺ സെലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും, വിസ ഓൺലൈൻ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഈ 18 തീയതി തൊട്ട് ഈ ഡോക്യുമെൻറ്റ്സ് അർജൻറ്റായിട്ട് നിർബന്ധമായിട്ടും വേണമെന്നാണ് മുംബൈ മിനിസ്ട്രി, ഇസ്രായേലിൻ്റെ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാരേജ് സർട്ടിഫിക്കറ്റ്, ഫാദർ മദർ, അതായത് വരുന്ന ആളുടെ, ഇപ്പം ഹസ്ബൻഡ് വൈഫ്, ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം ഹസ്ബൻഡും വൈഫും ഉണ്ട്. അതിനകത്ത് വൈഫ് വരുമ്പം ഈ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും അഫിഡവിറ്റ് ആണോ വേണ്ടതെന്ന് ഡൗട്ടുള്ളവരുണ്ട്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആരാണോ അവരുടെ ഫാദർ മദറിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഇപ്പോൾ വൈഫാണ് വരുന്നതെങ്കിൽ അവരുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും, ഇത് പുതിയ അപ്ഡേഷനാണ്. നേരത്തെ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും മാത്രം മതിയായിരുന്നു. പിന്നെ അഫിഡവിറ്റും മാത്രം മതിയായിരുന്നു, അവരുടെ സമ്മതപത്രവും മാത്രം മതിയായിരുന്നു. ഇപ്പം പേരൻസിൻ്റെ പാസ്പോർട്ട് വേണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡോക്യുമെൻസുകൾ വേണം. ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതുപോലെ 5 ഡോക്യുമെൻറ്റ്സ്, പിന്നെ പേരൻസ് അഫിഡവിറ്റ്, ഇത്രയും 6 ഡോക്യുമെൻറ്റ്സ് വേണം. പേരൻസിൻ്റെ തന്നെ 6 ഡോക്യുമെൻറ്റ്സുകൾ വേണം. പിന്നെ വേറെ ചിലർക്ക് ഡൗട്ടുണ്ട്, ഫാദർ മരിച്ചുപോയി അല്ലെങ്കിൽ മദർ മരിച്ചുപോയി, അവരുടെ ഈ ഡോക്യുമെൻറ്റ്സുകളെല്ലാം വേണമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുടെ പാസ്പോർട്ട് വേണോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരിക്കലും അത് വേണ്ട. അത് മരിച്ചുപോയവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി. വേറെ ഒരു അഫിഡവിറ്റോ അല്ലാണ്ട് നിങ്ങൾ അവരുടെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകണോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അന്വേഷിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല. ഫാദർ അല്ലെങ്കിൽ മദറോ മരിച്ചു പോയെങ്കിൽ അവരുടെ ഓൺലൈൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി. പിന്നെ എന്ന് വെച്ചാൽ ചിലർക്ക് ഡൗട്ടുണ്ട്, അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഫാദർ മദർ ഇപ്പോൾ ഇത്രയും വർഷമായി, 60 വർഷമായി അല്ലെങ്കിൽ എത്രയോ വർഷമായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് കിട്ടത്തില്ല, മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെയാണ് അതൊന്നും കിട്ടത്തില്ല എന്നുള്ളവർ, അതിന് ഓപ്ഷനുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെയും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയും അഫിഡവിറ്റ് എനിക്ക് വാട്സപ്പ് പേഴ്സണലി അയക്കുന്നവർക്ക് ഞാൻ അഫിഡവിറ്റ് ഇട്ട് തരാം. അതിൻ്റെ മോഡൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഫിഡവിറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് ഇട്ട് തരാം. ആ ഫോർമാറ്റിൽ നിങ്ങൾ നോട്ടറി വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് അഫിഡവിറ്റ് ആക്കിയാൽ മതി. മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും. പിന്നെ എന്നാ വെച്ചാൽ ചിലർക്ക് ഓൺലൈൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരുണ്ട്. അത് 1985 താഴോട്ടെന്ന് പറഞ്ഞാൽ 84, 83, അങ്ങനെ 82, അങ്ങനെ വരുന്ന 81, അങ്ങനെ വരുന്നവർക്കാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അഫിഡവിറ്റ് ആക്കിയാൽ മതി. അത് സെയിം ഫോർമാറ്റ് തന്നെ, ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഈ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് ചെയ്താൽ മതി. അവർക്ക് ഓൺലൈൻ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ചിലർക്ക് ഒരു ഡൗട്ടുണ്ട്, ഇവർക്ക് പാസ്പോർട്ട് എങ്ങനെ എടുക്കുമെന്ന്. അതായത് ഇത്രയും പ്രായമായി ഇനിയിപ്പോൾ ഇവരുടെ ഡോക്യുമെൻസുകളൊന്നും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ പാസ്പോർട്ട് എടുക്കുമെന്നൊരു ഡൗട്ടുള്ളവരുണ്ട്.
പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അവർക്ക് 50 വയസ്സ് കഴിഞ്ഞവർക്ക്, അതായത് ഇന്ത്യൻ റൂൾസ് പ്രകാരം 50 വയസ്സ് കഴിഞ്ഞവർക്ക് ആധാർ കാർഡ്, വോട്ടർ ID ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് എടുക്കാവുന്നതാണ്. അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ ഒരു അക്ഷയയിലോ അല്ലെ പാസ്പോർട്ട് എടുത്ത് കൊടുക്കുന്ന അപേക്ഷ വെക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ പറയും അത് അങ്ങനെ പറ്റത്തില്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണോ അത് വേണമെന്നൊക്കെ പറയും. അറിയാവുന്നവരോട് വേറെ ആൾക്കാരോട് ചോദിച്ചു നോക്കുക. അപ്പോൾ അവർ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി ഓൾറെഡി കോഴ്സ് കഴിഞ്ഞവരും പിന്നെ അതുപോലെ തന്നെ മത്താശ വന്നവരും ഒക്കെ, പിന്നെ വിസ വന്നവരടക്കം ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. അനാവശ്യമായിട്ട് പാനിക്കായിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ഇതിനകത്ത്. ഇത് ആക്കാൻ പറ്റുന്ന ഡോക്യുമെൻസേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ള ഇത്രയും ഡോക്യുമെൻറ്റ്സ്, ബാക്കി 10-28 ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പം അതിൽ അത്രയും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ് ഇത്. ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാനാണെങ്കിൽ തന്നെ എടുക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് ആധാർ കാർഡും വോട്ടർ IDയും കാരണന്മാർക്ക് ഉണ്ടാവില്ല. അപ്പം പിന്നെ അവർക്ക് പാസ്പോർട്ട് എടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. 50 വയസ്സ് കഴിഞ്ഞവർക്കാണ് പറയുന്നത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യുന്നവർ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ക്രൈറ്റീരിയ ഉണ്ട്. കെയർ ഗീവറായിട്ട് ഇസ്രായേലിലേക്ക് വരാണെങ്കിൽ ചില ക്രൈറ്റീരിയകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹൈറ്റ് നിർബന്ധമാണ്. 155 സെൻറ്റിമീറ്ററിന് മുകളിൽ എന്തായാലും ഹൈറ്റ് വേണം. ഹൈറ്റ് അതിൽ താഴോട്ടുള്ളവരെ കൊണ്ടുവരുന്നവരുണ്ട്. പക്ഷേ അതെന്നു വെച്ചാൽ നമുക്ക് ഈ സെലക്ഷൻ കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങളെ കോഴ്സിന് വിട്ടതിന് ശേഷം, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ആവാത്തെന്ന് ചോദിച്ചത്, റെഡി ആവാത്ത എന്നാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 155 സെൻറ്റിമീറ്ററിന് മേളിൽ ഹൈറ്റ് വേണം. അത് ഫീമെയിൽസിനാണ്. 155 മിനിമം 155 സെൻറ്റിമീറ്ററിന് മേളിൽ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ BMI, അവരുടെ ബോഡി വെയ്റ്റ് ഏകദേശം ഈ ഹൈറ്റിനൊത്ത് കറക്റ്റായിരിക്കണം. ഓക്കെ. അത് വെയിറ്റ് തീരെ കുറഞ്ഞു പോകാനും പാടില്ല. നമുക്ക് പേഷ്യൻ സെലക്ഷൻ നിങ്ങൾക്ക് ആവത്തില്ല. വെറുതെ കോഴ്സിന് പോയിട്ട് പൈസ മുടക്കിയിട്ട് വരെ കോഴ്സിന് പോയിട്ട് കയറി വരാൻ പറ്റാതെ നിൽക്കേണ്ട ഒരവസ്ഥ വരും. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ആയിട്ട്, നേരത്തെയൊക്കെ ആവറേജ് ഇംഗ്ലീഷായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് വെറുതെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് 3 മാസമൊക്കെ പോയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവൻസി ആയിട്ട് മാത്രമേ ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും ബ്ലഡിൽ മഞ്ഞപ്പിത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും പകർച്ചവ്യാധി നിങ്ങൾക്ക് ബ്ലഡിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കാതിരിക്കുന്നത് നല്ലത്. ഇപ്പം മെഡിക്കലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഈ കോഴ്സിന് വേണ്ടി മുടക്കിയൊക്കെ പൈസ എല്ലാം വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതിനു വേണ്ടി ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സിനൊക്കെ പോയി ഇതിനെ ഇറങ്ങി തിരിക്കാവുള്ളൂ. പിന്നെ വേറെ എന്നാ വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ കാര്യം പറയാമെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ മേളിലേക്കുള്ളവരെ, മിനിമം 170 സെൻറ്റിമീറ്ററിന് മേളിലേക്കുള്ളവർ, അല്ലെങ്കിൽ 165 സെൻറ്റിമീറ്റർ മുകളിലേക്കുള്ളവർ പിന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ നേഴ്സുമാരല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കോണ്ടാക്ട് ചെയ്താൽ മതി. അല്ലാത്തവർ 3 മാസമൊക്കെ പോയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം കോണ്ടാക്ട് ചെയ്യുക. നേഴ്സുമാരാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നേഴ്സുമാർക്ക് പെട്ടെന്ന് പേഷ്യൻ സെലക്ഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നേഴ്സുമാരാണെങ്കിലും ക്രൈറ്റീരിയ ബാധകമാണ്. കാരണം വെച്ചാൽ ഹൈറ്റും വെയ്റ്റും അത് നേഴ്സുമാർക്കും ബാധകം തന്നെയാണ്. നേഴ്സുമാർ എക്സ്പീരിയൻസ്, ഇപ്പം നേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾക്ക് 1-2 വർഷത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണം. ഓക്കെ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ. കുറേ കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിച്ച്, ഇപ്പോൾ കുറച്ച് പേര് ഈ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ ആയവരുണ്ട്. അവർക്ക് ക്ലിയറായി ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.